ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഫ്ലഡും ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പറയണം, അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണും, എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നല്ലൊരു ഫ്രണ്ട്. അതുപോലെ എനിക്ക് ഉണ്ട് 3 പേര് കേട്ടോ, ഒന്നല്ല 3 പേര്. അതിലൊരുത്തിലേക്ക് എന്റെ സിസ്റ്റർ ആണോ എന്റെ ബെസ്റ്റി ആണോ ഒന്നും അറിയത്തില്ല. എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ ഒരു വല്ലാത്തൊരു ബോണ്ടിങ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുത്തിയുള്ളത് 5ാം ക്ലാസ് തൊട്ട് എൻ്റെ ഉള്ളത്. എന്താ പറയുക, എന്റെ ലൈഫിൽ ഇതുവരെ എന്നെ ജഡ്ജ് ചെയ്യാത്തൊരു കൂട്ടുകാരി, എന്താ പറയുക, ഇനി ഇതുവരെ വഴക്ക് പറയാത്തൊരു കൂട്ടുകാരി, ഞാൻ പറയുന്നതായിട്ട് കരയുന്നൊരു കൂട്ടുകാരി കേട്ടോ. സത്യം പറഞ്ഞാൽ അവളെ പോലെ എടുത്തി കിട്ടണമെങ്കിലൊക്കെ ഞാൻ ഭാഗ്യം ചെയ്യണം. പിന്നെ ആദ്യം പറഞ്ഞോളൂ, അവളും ഞാനും ആണെങ്കിൽ വഴക്കും ഉണ്ടാക്കും, എന്നാൽ കൂടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ. പിന്നെ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, എനിക്ക് നല്ലത് മാത്രം പറഞ്ഞു തരുന്നൊരു കൂട്ടുകാരൻ. അവനിപ്പോൾ അബ്രോഡാണ്. എന്താ പറയുക, എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അവരത് ആദ്യം മനസ്സിലാക്കി എന്തോ അടി പറ്റിയെന്ന് ചോദിക്കും. അതുപോലെ തന്നെ നമ്മളെന്നെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല, നീ ഓക്കെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളെ അത്രയും കംഫർട്ട് ആക്കുന്ന ഒരു കൂട്ടുകാരൻ. എന്താ പറയാ, നമ്മളെപ്പോഴും നമ്മൾ സംസാരിക്കില്ല. ഇതിൽ പറയുന്ന 2 പേരും, എൻ്റെ ഒരു 2ാമത് പറഞ്ഞ കൂട്ടുകാരിയും ഇപ്പൊ 3ാമത് പറഞ്ഞ കൂട്ടുകാരൻ്റെയും കാര്യം പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും മിണ്ടാറില്ല, പക്ഷേ ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. പക്ഷേ ആദ്യത്തെ പറഞ്ഞ എല്ലാ ദിവസവും വിളിക്കും, ഞങ്ങൾ തമ്മിൽ പറയാത്ത ഗോസിപ്പില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് ഞങ്ങൾ തമ്മിൽ. അത് ഒരു വല്ലാത്തൊരു ബന്ധമാണ്, അത് കൊന്നാലും പോത്തില്ല, അങ്ങനത്തെ ഒരു സംഭവം. അത് എത്ര വഴക്കിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പോത്തില്ല കേട്ടോ. ഈ വീഡിയോയുടെ തല 3 എണ്ണത്തിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം. എന്താ പറയാ, ഈ 3ാമത് പറഞ്ഞെന്ന് പറയുമ്പോൾ ഞങ്ങൾ 2005 മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ അവനൊരു വിഷമം വരുവാണെങ്കിൽ അവനിപ്പോ എന്താ പറയാ എൻ്റെ അടുത്താണെങ്കിലും അത് ഷെയർ ചെയ്യും, അയ്യോടി ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് പറയുന്നത്, നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പിന്നെ എന്റെ കൂട്ടുകാരി 2ാമത് പറഞ്ഞ കൂട്ടുകാരി, അവൾ കല്യാണം കഴിച്ചൊരു കുഞ്ഞു വാവയൊക്കെ ഉണ്ട്. എന്താ പറയാ, ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. അവളെ പോലെ തന്നെ ഒരു പാവം പിടിച്ചൊരു വാവയാട്ടോ. അപ്പൊ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇവരൊക്കെ. അതേപോലെ തന്നെ കൂടെ നിന്ന് കാലുവാരി, നമ്മൾ വിശ്വസിച്ച് കൂടെ നിന്ന് കാലുവായിട്ടുള്ള കുറച്ച് കൂട്ടുകാരുണ്ട്. നമ്മളെ എന്താ പറയാ, കള്ളത്തരങ്ങൾ പറഞ്ഞ് നമ്മളെ മാനസികമായിട്ട് നശിപ്പിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ട്. അതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷിന് വേണ്ടി മാത്രം നമ്മുടെ കൂടെ നിന്ന് കൂട്ടുകാരുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മറ്റു കൂട്ടുകാരെ നകറ്റാൻ നോക്കി അവരുടെ കൂടെ ആക്കാൻ നോക്കിയ ഫ്രണ്ട്സ് ഉണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു കൂട്ടുകാരി വന്നായിരുന്നു, എന്റെ പൊന്നോ, ഇതിൽ ഓപ്പണായിട്ട് പറയുന്നില്ല, അതുപോലെ സാധനം എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ തന്നെ അകറ്റാൻ നോക്കി. അങ്ങനത്തെ ഒരു സാധനം ഞാൻ കൂടുതൽ പറയുന്നില്ല, നെഗറ്റീവ് ആയിട്ടുള്ളവർ അങ്ങനെ പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 3 പേരുടെ പേര് ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് തെരേസ, ഒരു 3 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഈ സാധനം. പിന്നെ അതേപോലെ തന്നെ 2ാമത്തെ ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഫാത്തിമ. അവള് ഇനി ഇതുവരെ ജഡ്ജ് ചെയ്തിട്ടില്ല. എന്താ പറയുക, ഞാൻ ഇതിൽ സ്കൂളിൽ വെച്ചുള്ള ദേഷ്യപ്പെട്ടാണ് പോലും ഇവൾ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് അവൾ 5ാം ക്ലാസ്സിലുള്ള കൂട്ടാണ്. പിന്നെ ഈ 2005 തൊട്ടുള്ളത് അർജുൻ. അപ്പോൾ ഇവർ 3 പേരുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. കാരണം ഇവരൊരിക്കലും എന്നെ വിട്ട് പോവില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. പക്ഷെ ഡെയിലി കോൺവെർസേഷൻ ഞാൻ പറഞ്ഞു, ഞാനും തെരേസയും തമ്മിലാണ് എന്തൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കുറ്റവും പറയും, ഗോസിപ്പും പറയും. അന്ന് സ്നേഹിച്ച് കഴിഞ്ഞാൽ നക്കിക്കൊല്ലും, ആ ഒരു അവസ്ഥയാട്ടോ 2 പേരും തമ്മിൽ. അതൊരിക്കലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു പോകാൻ പോകുന്നില്ല. അപ്പം ഇവർ 3 പേരും എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ അതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അത് വേറെ ആരുമല്ല, എൻ്റെ ബോയ് ഫ്രണ്ട്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ഹസ്ബൻഡാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് പറയാന്ന് വെച്ചിരുന്ന കേട്ടോ, ഞാൻ അതുപോലെ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്താ പറയുക, ലൈക്ക് സംടൈംസ് എനിക്കൊരു ബേബീനെ പോലെയാണ്. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിടും, കുഞ്ഞു വഴക്കാട്ടോ. അപ്പം അതും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാറ്റഗറി കൂട്ടാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കമന്റ് ചെയ്യാം.